ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷമുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ താരസംഘടനയായ അമ്മയിൽ നിന്ന് കൂട്ടരാജി. പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളും രാജിവെക്കുകയും അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തു. ഇന്ന് ചേർന്ന ഓൺലൈൻ യോഗത്തിലായിരുന്നു തീരുമാനം. താൽക്കാലിക ചുമതല അഡ്ഹോക് കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട്. ഈ കാലവും കഴിഞ്ഞു പോകും, ബഹളങ്ങളൊക്കെ അടങ്ങും. പക്ഷേ അതിനുശേഷവും തങ്ങളാണ് മലയാള സിനിമയുടെ കൺട്രോളർമാർ എന്ന് ധരിച്ച് ഭരിച്ചു നടന്നവരുടെ പവർ കുറയും. മുമ്പെന്ന പോലെ കലാകാരന്മാരെ വെട്ടിനിരത്താൻ മടിക്കും. അഭിനയമോഹവുമായി എത്തുന്ന വനിതകളെ മുറിയിലേക്ക് ക്ഷണിക്കാൻ തോന്നിയാലും മനസ്സിനെ സ്വയം നിയന്ത്രിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായെങ്കിലും പുറത്തുവന്നതും തുടർന്നുണ്ടായ സംഭവങ്ങളുടെയുമൊക്കെ ആകെ റിസൾട്ട് ഇതൊക്കെയാകും. സിനിമയിൽ പുതിയൊരു തലമുറ വളർന്നു വരുന്നുണ്ട്. അവരിലാണ് മുന്നോട്ടുള്ള മലയാള സിനിമയുടെ ഭാവിയും. സ്വപ്നങ്ങളുമായി സിനിമയിലെത്തി ചതിക്കപ്പെട്ട വനിതകളുടെ തിക്താനുഭവങ്ങളാണ് കൂടുതലായി പുറത്തുവന്നത്. ഇവരിൽ കൂടുതൽ പേർക്കും സിനിമയിൽ ഏറെ അവസരങ്ങളൊന്നും ലഭിക്കാതിരുന്നവരുമാണ്. ഇപ്പോഴും മൗനം പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി കൊടുത്തവരും അല്ലാത്തവരുമുണ്ട്. അവരിൽ മോശം പെരുമാറ്റങ്ങളെ അഭിമുഖീകരിച്ചവർ പലരും ഇപ്പോൾ ഒന്നും പുറത്തു പറയണമെന്നില്ല. വയ്യാവേലിക്ക് എന്തിനു പോകണം എന്ന ചിന്തയാകും അവരെ ഭരിക്കുന്നുണ്ടാവുക. മുന്നിലെ വിശാലമായ സിനിമാ കരിയറിൽ പ്രതീക്ഷയുള്ളതുകൊണ്ട് ചിലരൊക്കെ ആദ്യ നാളുകളിൽ ഇവിടെ ഒരു പ്രശ്നമില്ലെന്ന മട്ടിൽ പ്രതികരിച്ചിരുന്നു. താരസംഘടനയായ അമ്മയ്ക്കെതിരെ നടൻ പൃഥ്വിരാജ് ഇന്നലെ നിലപാട് വ്യക്തമാക്കിയതോടെ കൂടുതൽ യുവ നടീനടന്മാർ ആ അഭിപ്രായം ഏറ്റുപിടിക്കാൻ സാധ്യതയുമുണ്ട്. ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ചുകൊണ്ട് നടി രംഗത്തെത്തിയതോടെ സിദ്ദീഖിന് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അവിടെയും തീർന്നില്ല. ബാബുരാജിനെതിരെ മുകേഷിനെതിരെ ആരോപണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം നടത്താൻ നിശ്ചയിച്ചിരുന്നെങ്കിലും മാറ്റിവെച്ചു. പ്രസിഡന്റ് മോഹൻലാൽ ചെന്നൈയിൽ നിന്ന് എത്താൻ വൈകുന്നതാണ് കാരണമായി പറയുന്നത്. പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തുന്നതിനായി നിർണായക എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേരുന്നതെങ്കിലും ഇപ്പോഴത്തെ സംഭവവികാസങ്ങളുടെ ഗൗരവമേറിയ ചർച്ചയും നടക്കും. ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനാണ് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല. സർക്കാർ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതോടെ പൂർണ്ണമായും നിയമവഴിയിൽ നീങ്ങാനാണ് സംഘടനയുടെയും തീരുമാനം. സിനിമാ ചിത്രീകരണം പൂർത്തിയാക്കി സിദ്ദീഖ് ഊട്ടിയിൽ നിന്ന് ഇന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തും. ഹേമ കമ്മിറ്റി ഉയർത്തിയ പ്രതിസന്ധികൾക്കിടയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതാ അംഗം വരുമോ എന്ന തരത്തിലും ചർച്ച നടക്കുന്നുണ്ട്. അമ്മയുടെ നിയമം അനുസരിച്ച് 11 അംഗ എക്സിക്യൂട്ടീവിൽ നിന്ന് ഒരാളെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാം.